الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بدين الحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي. ഈ വേദിയെ അനുഗ്രഹീതമാക്കുകയും ചെയ്തിരിക്കുന്ന അഭിവന്ദ്യനും ആദരണീയനുമായ ഉസ്താദ്, കേരളത്തിലെ പണ്ഡിത തറവാട്ടിലെ പ്രമുഖ വ്യക്തിത്വമായ ബഹുമാന്യനായ പൊന്നുരുന്തി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അവറുകളെ, ഈ മഹത്തായ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയും സുഹൃത്തുമായ ജനാബ് ഇസ്മായിൽ ഫൈസി അവറുകളെ, ബഹുമാന്യനായ അബ്ദുൽ അസീസ് വഹബി അവറുകളെ, മുഹമ്മദ് ജലാലുദ്ദീൻ ബാഖവി അവറുകളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ അനുഗ്രഹീതമായ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നമ്മളെ എല്ലാവരെയും നാളെ നമ്മുടെ നായകൻ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, ഗുരുവര്യന്മാർ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമ്മുടെ സഹപ്രവർത്തകർ, എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെയും ദോഷങ്ങൾ മാപ്പാക്കി കൊടുക്കുകയും അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യമെന്നത് വളരെ മഹത്തായ വിശേഷണമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് അല്ലാഹു തന്നെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ളത് അവൻ്റെ കരുണയോട്, കാരുണ്യത്തോട് ബന്ധപ്പെട്ട പദമാണ്. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒന്നൊഴികെ എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന വിശേഷണത്തിന്, കാരുണ്യവാൻ, കരുണാവാരിധി, ദയാപരൻ, ഉദാലു തുടങ്ങി മലയാളത്തിൽ പറയാവുന്ന, അങ്ങനെ പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥവും ആശയവും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തവണ്ണം വ്യാപകമായ, വിശദമായ, വിശാലമായ അർത്ഥമുള്ള റഹ്മാൻ, റഹീം എന്ന പദങ്ങൾ കൊണ്ടാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനം കൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ഒന്നൊഴികെ എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിന്, ലോകങ്ങൾക്ക് മൊത്തം കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്ന റഹീം എന്ന പദം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും വ്യാപ്തിയോടും കൂടി അല്ലെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും അല്ലാഹു തആല റഊഫുർ റഹീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരുണ്യത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്, കരുണയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കരുണ